ഒരു 4 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ദുബായ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ പകൽ വെളിച്ചത്തിൽ എനിക്ക് നമ്മുടെ ദുബായ് ഫ്രെയിം കാണണമെന്ന് ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഇവിടോട്ട് വന്നത്. ഇവിടെ അധികം സമയമൊന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് നേരെ ഇവിടുന്ന് ദുബായ് ക്രീക്ക് കാണാനായിട്ട് വെച്ചു പിടിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഏറ്റവും വലിയ രസം. ഒരു പാർക്കിംഗ് കിട്ടാൻ കറങ്ങി 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 കുറേ കറങ്ങിയിട്ടാണ് പാർക്കിംഗ് നമ്മൾ ഒപ്പിച്ചെടുത്തത്. ദുബൈയിൽ എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം. ഇവിടെയും 15 ദിറംസിന് പാർക്കിംഗ്, 30 ദിറംസിന് പാർക്കിംഗ്, അങ്ങനെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പാർക്കിംഗ് കണ്ടുപിടിച്ചു. ആ പോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട തിരക്ക് ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം അവധി ആയി കഴിഞ്ഞാൽ എല്ലാവരും വെളിയിലുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ മെജോറിറ്റിയും എക്സ്പാറ്റ്സ് ആണ്, വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് 4 ദിവസം അവധി കിട്ടുമ്പോഴാണ് ഇങ്ങനെ വെളിയിലൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്നത്. ബാക്കി വരുന്ന പകുതി ലൈഫ് ഇവിടുത്തെ പകുതി പ്രവാസികളുടെയും ഓഫീസിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രാഫിക് തിരക്ക്. ഞങ്ങൾ വന്നത് ഈ പകൽ വെളിച്ചത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ പാർക്ക് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും രാത്രി ആയ വട്ടാണ്. മൊത്തവും ഇരുട്ടായി. ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അടിപൊളി ഒരു പള്ളി കണ്ടു. ഒരു എന്താ പറയണ്ടേ, ഒരു പേർഷ്യൻ സെൻട്രലേഷ്യൻ ആർക്കിടെക്ചർ എന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നല്ല വിശപ്പായി പോയി. അങ്ങനെ നേരെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. 2 ഷവർമ ഓർഡർ ചെയ്തു. ഇവിടുത്തെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഫുഡ് ഇതാണല്ലോ, കുറച്ച് സേഫ് ഇതാണെന്ന് തോന്നുന്നു. എല്ലാവരും പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായ. നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും സന്ധ്യയായി. അതാണ് കണ്ടോ ചെമ്മാനം പൂത്ത് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ നടന്ന് ക്രീക്കിനടുത്തോട്ട് വന്നു. ഇവിടെ നിന്നാണ് രസം. ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് കിട്ടും. അപ്പോൾ ആ ബോട്ടിൽ കയറിയാണ് നമ്മൾ ഗോൾഡ് സൂക്ക് കാണാൻ പോകുന്നത്. നമ്മൾ ഈ നടക്കുന്ന സമയത്ത് നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ അപാര ഉഷ്ണവും ചൂടും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ഇടനാഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ക്രീക്ക് കാണാൻ പറ്റും. അവിടെ ആളുകൾ എക്സസൈസ് ചെയ്യുന്നു, നടക്കുന്നു, കുട്ടികൾ കളിക്കുന്നു. അതുപോലെ തന്നെ ബഗ്ഗിയിലൊക്കെ ആളുകൾ, നടക്കാൻ വയ്യാത്തവർ അതിലാണ് യാത്ര ചെയ്യുന്നത് കൂടുതലും. തിരക്കാണെങ്കിൽ നമുക്ക് ക്യൂ നിന്നിട്ട് ഇവിടെ കണ്ടില്ലേ ബോട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ ആള് കൂടുന്നതനുസരിച്ച് ആള് ഫില്ലാവുന്നതനുസരിച്ച് അവർ നമ്മളെ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. 2 ദിറംസ് എന്തോ ആണെന്ന് തോന്നുന്നു ഒരാൾക്ക്, അത്രേ ഉള്ളൂ. നമുക്ക് കയറി ഇരുന്നിട്ട് ക്യാഷ് കൊടുത്താൽ അവർ നമ്മളെ അപ്പുറത്ത് കൊണ്ടാക്കും. തൊട്ടപ്പുറത്തെ ബോട്ടിലെ ആളുകളൊക്കെ വന്ന് ഇറങ്ങി. അപ്പം നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പുറത്ത് പോകാനായിട്ട്. അപ്പം അതൊക്കെ നമ്മുടെ ബോട്ട് നീങ്ങി തുടങ്ങി. അപ്പോൾ എനിക്ക് ഉഷ്ണം എനിക്കറിയില്ല, ക്യാമറയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു മോയ്സ്ചർ വന്ന് അടിച്ചിട്ട് ഫോക്കസ് പ്രശ്നമാവുന്നുണ്ടായിരുന്നു. ചിലപ്പം ഉഷ്ണം കാരണമായിരിക്കും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. At last we reached the other side. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ഓൾഡ് ബലദിയ സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കാണ് കയറി പോകാൻ പോകുന്നത്. ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അസർബൈജാൻ, തുർക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നൊരു അറബിക് കൈൻഡ് ഓഫ് സൂക്കില്ലേ, മാർക്കറ്റ്, അതായി ഇവിടെ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് ഉളങ്ങര സാറിൻ്റെ വീഡിയോസിലാണ്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നിയത്. കണ്ടില്ലേ, സ്പൈസസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അവർ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നു ആലം സ്റ്റോണ്, സ്പൈസസ് പലതരം, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്കിങ്ങനെ നടന്ന് കാണാം. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്നു,
നമുക്ക് 2.5 ദിറംസ് കൊടുത്താൽ ദുബായിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇവിടെ എൻട്രി ഫീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. എനിക്കൊന്ന് നന്നായിട്ട് ഭാഗ്യം ചെയ്താൽ വില കുറച്ചൊക്കെ കിട്ടും കേട്ടോ. ഈ മെയിൻ സ്ട്രീം ദുബായ് പോലെയല്ല. ഇവിടെ കുറച്ചുകൂടെ എന്താ പറയണ്ടത്, നമുക്ക് ലോക്കൽ ദുബായിയെ കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഒരു ജിക്സോ പസിൽ പോലെയാണ്. നടന്ന് ഞങ്ങൾ കുഴഞ്ഞ് അവിടെ വന്നിരുന്നു. ഈ തരം പാത്രങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് പല ഏരിയാസിലായിട്ട് കണ്ടു. ഇത് എന്ത് തരം പാത്രമാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് ഗോൾഡ് സൂക്ക് കാണാൻ പോവാണ്. ഇപ്പോഴാണ് എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ള ചൂണ്ടുപലക കണ്ടത്. അവിടെ ഇങ്ങനെ ഗോൾഡ് സൂക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഏരിയ നോക്കി അങ്ങോട്ടേക്ക് പോയി. ഇതാണ് ഇവിടെ. ഇത് നെറ്റിപ്പട്ടമൊന്നുമല്ല, നമ്മുടെ ശരീരം മൂടുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് ആണ്, ഗോൾഡ് ഓർണമെന്റ്സ്. അങ്ങനെ ഒരുപാട് കടകളാണ് ഈ സ്ട്രീറ്റ് നീളെ. കണ്ടില്ലേ? 1-2 മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ, ബിക്കോസ് ഭയങ്കര തിരക്കാണ്, ആളുകളുടെ ബഹളമാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ബോട്ട് കയറി തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതെൻ്റെ ഓർമ്മയായിട്ട് സൂക്ഷിക്കാനാണ്. ബൈ.